നമസ്കാരം, ഞാൻ മനാഫ്. ഇപ്പം ഒരു അതിഥിനെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോയിൽ വന്നത്. മറ്റാരുമല്ല, നമ്മളെ ബ്രോ ആണ്, ജോപ്പൻ. പുള്ളിക്കാരൻ ഇന്ത്യ മൊത്തം, അതായത് കേരളത്തിൽ നിന്ന് ഇപ്പോ യാത്ര തുടങ്ങി കേരളത്തിലെ 14 ജില്ലകളും കവർ ചെയ്ത് ഇന്ത്യയിലെ 28 സ്റ്റേറ്റും കവർ ചെയ്ത് പോരാനുള്ള ഒരു വലിയൊരു യാത്രന്റെ കോഴിക്കോട് എത്തി നിൽക്കുകയാണ്. കേരള ടു കാശ്മീർ. കാശ്മീർ 2 കൊല്ലത്തെ യാത്ര. ഇന്ന് രാവിലെ വീട്ടിൽ വന്നിന് വൈകിട്ട് കാണാന്നുള്ള ഒരു ഇതില് തിരിഞ്ഞതാണ് നമ്മള്. ഇതാണ് മൂപ്പരെ യാത്രന്റെ കേരള ടു കാശ്മീർ. 14 കേരളത്തിലെ ജില്ലകളും ഇന്ത്യയിലെ 28 സ്റ്റേറ്റും കവർ ചെയ്തിട്ട് യാത്രയാണ്. യാത്ര ഒറ്റക്കല്ല, വലിയ രസം എന്താ പറഞ്ഞു കഴിഞ്ഞാല് യാത്രയില് മൂപ്പരെ കൂടെ യാത്ര ചെയ്യാന് ജോപ്പേട്ട ഇതിന്റെ പേരെന്താണ്? കുഞ്ഞി. കമ്പനിക്ക് കുഞ്ഞിയുണ്ട്. കുഞ്ഞി വേറെച്ചോ? ജോപ്പേട്ടന്റെ കൂടെ ഫ്രീ ആയിട്ട് ഇന്ത്യ മൊത്തം കറങ്ങാം കുഞ്ഞിക്ക്. ഈ വിഷയത്തില് എനിക്ക് ഭയങ്കരമായിട്ടൊരു മനസ്സിനൊരു ഫീൽ ചെയ്തൊരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജോപ്പേട്ടൻ രാവിലെ വീട്ടിൽ വന്ന്, ഞാന് വിദേശത്തേനു, ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. കിടന്നുറങ്ങുന്ന ടൈമിൽ മൂപ്പരെത്തി. നിങ്ങളെത്ര മണിക്കാ ജോപ്പേട്ട വീട്ടിലെത്തി? 9:10 മണിക്ക് മൂപ്പര് വീട്ടിലെത്തി. ഉച്ച വരെ മൂപ്പര് ഇങ്ങനെ കാത്തുനിന്ന് ഡിസ്റ്റർബ് ചെയ്യേണ്ട, ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ട്. ഞാൻ ഉറങ്ങി നീച്ച് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് സംസാരത്തിൽ എനിക്ക് ഞാൻ ചോദിച്ചത്, ഇന്നെ കാണാൻ എന്താ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോ, കോഴിക്കോട് ഇവിടെ വരെ എത്തിയിട്ട് വെറുതെ കണ്ടതാണെന്ന് വിചാരിച്ചു. നോക്കുമ്പോ ഇത്രയും മണിക്കൂർ എനിക്ക് വേണ്ടി അവിടെ വീട്ടിൽ കാത്തിരുന്ന് മൂപ്പര് പറഞ്ഞൊരു കാര്യം തന്നെ, ഞാൻ അന്യ സ്റ്റേറ്റുകളിൽ യാത്ര പോവാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഉണ്ടാവില്ലേ കൂടെ? എന്താ സംശയമല്ലേ? അതൊരു വിശ്വാസം. അതെ, ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളുണ്ടാവും, നിങ്ങൾ ധൈര്യത്തിൽ പോയിക്കോളൂ. എന്ത് പ്രശ്നം വന്നാലും അവിടെ നമ്മള് എത്തും. നമ്മൾ അന്ന് പറഞ്ഞിരുന്നല്ലോ, ശിരൂര് സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ശിരൂര് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഏത് മലയാളി ഏത് സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം, അവന്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവും. അതായത് അവൻ എന്ത് പറ്റിക്കഴിഞ്ഞാലും മൊത്തം മലയാളികൾ അവനെ തേടി കൂടെ നിൽക്കുന്നുള്ളത് അതൊരു വലിയ മെസ്സേജാണ്. അതൊരാള് വന്ന് എന്നോട് ചോദിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കാണ്, ആ വാക്ക് വെറും വാക്കാവൂല. അപ്പൊ ഇങ്ങനൊക്കെയാണ് വിനോദേട്ട ഈ മനുഷ്യനോട് എനിക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നാൻ കാരണം. ഈ മനുഷ്യന്റെ ഒരുപാട് കഥകളൊന്നും കേൾക്കാം. ജോപ്പൻ യഥാർത്ഥത്തില് എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്? ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് അതിരമ്പുഴ എന്നുള്ള സ്ഥലത്തു നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഒക്ടോബർ 11-ാം തീയതിയാണ് ഞാൻ യാത്ര തുടങ്ങിയത്. അങ്ങനെ കേരളത്തിലെ 14 ജില്ലകളും എന്നെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഗ്രാമങ്ങൾ, സിറ്റികളിലോട്ട് ഞാൻ കൂടുതൽ പോകാൻ ശ്രമിക്കാറില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ കോഴിക്കോട് പോലുള്ള സിറ്റിയില് മിഠായിത്തെരുവൊക്കെ സിറ്റിയോട് അടുത്തായതുകൊണ്ട് മാനാഞ്ചിറ സ്ക്വയർ, ചരിത്ര പ്രാധാന്യമുള്ള അത് പോകും. അതൊന്ന് പോയി കാണുക. കാരണം പിന്നീട് എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു. ഇപ്പൊ എത്ര ഡിസ്ട്രിക്ട്സ് കവർ ചെയ്ത്? ഇപ്പൊ ഇത് 11ാമത്തെ ജില്ലയിലാണ്. ചാലിയത്ത് നിന്നാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്, ചെങ്കാറിലൂടെ ഇങ്ങോട്ട്. ഇനിയിപ്പോ വയനാട്, കണ്ണൂര്, കാസർഗോഡ്, കേരളം പൂർണ്ണം. അതെ. മനാഫിനെ എങ്ങനെ കോഴിക്കോട്ടെത്തിയപ്പോ കാണണം തോന്നാൻ എന്താണ്? അല്ല, ഞാൻ ഇതിനു മുമ്പ് പല ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് അവർ വന്ന് എന്നോട് ചോദിക്കും, ഈ യാത്രയിൽ ആരെങ്കിലും വ്യക്തികളെ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അന്നേരം ഒരാളോട് മാത്രം പറഞ്ഞു. അത് പറഞ്ഞത് മനസ്സിൽ നിന്ന് അറിയാതെ എന്റെ മനസ്സിലിരുന്ന കാര്യം വെളിയിൽ പോയതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് മനാഫിക്കാനെ കാണണം. ഫസ്റ്റ് 71 ദിവസം സ്വന്തം സഹോദരനെ പോലെ കരുതിയ ഒരു വ്യക്തിക്ക് വേണ്ടി 71 ദിവസം അവിടെ പോലീസിന്റെ തല്ലും കൊണ്ട്
അതെ. നമ്മുടെ സ്വന്തക്കാര് പോലും നമുക്ക് വേണ്ടി ഇരിക്കുക. കഠിനമായ കാലാവസ്ഥ. അത് പറയുന്നത് എന്റെ കണ്ണ് പറയുന്നുണ്ട്. കാരണം ഞാൻ ആ ടിവിയില് അത് കണ്ടപ്പോ ഞാനും എന്റെ മക്കളും ഇരുന്ന് കരഞ്ഞതാണ്. ആ പോലീസ് DYSP എന്തോ വന്നിട്ട് മനാഫക്കാരെ പിടിച്ച് തള്ളുന്ന ഒരു സീനുണ്ട്. അത് നമുക്ക് ശരിക്കും മലയാളിയുടെ മുഴുവൻ, ഞാനിപ്പോ എന്റെ കണ്ണ് പറയുന്നുണ്ടെങ്കിൽ അത് മലയാളിയുടെ മുഴുവൻ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ 71 ദിവസം കഴിഞ്ഞ് ആ ഒരു ദൃഢപ്രജ്ഞയോടെ മനാഫക്ക അവിടെ കിടന്ന് കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് അത് കഴിഞ്ഞുള്ള ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇപ്പൊ മനാഫക്ക പറഞ്ഞ ആ കാര്യങ്ങൾ മനാഫക്ക പറഞ്ഞപ്പോ അത് ഞാൻ വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അപ്പൊ പിന്നെ ഞാനിനി പോന്നു കഴിഞ്ഞപ്പോ പല പല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ മനസ്സിങ്ങനെ നമ്മളിവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, കേരളം വിട്ടു കഴിഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് കാണില്ലല്ലോ. ഇപ്പൊ ആരെ പോയി കാണുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഞാൻ ഇടുക്കിയിൽ ഒരു 7 ദിവസം അവസാനത്തെ ന്യൂനമർദ്ദം ഇടുക്കിയിൽ 7 ദിവസത്തോളം ഒരു പള്ളിയിൽ, കുറ്റടി എന്നുള്ള ഒരു പള്ളിയിലാണ് കിടന്നത്. അവിടെ കുടുങ്ങിപ്പോയി. കാരണം കോടമഞ്ഞും രാവിലെ തൊട്ടുള്ള മഴ നിന്ന് 7 ദിവസം കഴിഞ്ഞു. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ നമ്മൾ ഇവിടം വിട്ടു കഴിഞ്ഞാൽ ആരെ പോയി കണ്ടാല് നമ്മുടെ കാര്യങ്ങൾ നടക്കും, എനിക്ക് എന്തെങ്കിലും ആയിപ്പോയി ആരെ ഫസ്റ്റ് എനിക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ മനാഫക്കാലോട്ട് എത്തുന്നത്. അപ്പൊ ആ വീഡിയോ ഒക്കെ ഞാൻ അവിടെ ഇരുന്നിങ്ങനെ, കാരണം വേറെ വർക്കില്ല, ഇങ്ങനെ രാവിലെ തൊട്ട് മഴ. അപ്പൊ ആ വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടപ്പോ ഈ മനാഫക്കാരെ ആ വാക്ക് എനിക്കൊരു തോന്നി. അന്ന് തൊട്ട് ചിന്തിക്കുക, ഇവിടെ വരുമ്പോൾ മനാഫക്കാനെ കാണാൻ സാധിക്കാം. കാരണം പലപ്പോഴും മനാഫക്ക ഇപ്പം സൗദിയിലോട്ട് പോയിട്ട് വന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോ കാണാറുണ്ട്. രാവിലെ മലേഷ്യയിൽ നിന്ന് വന്ന് അതപ്പൊ ഞാൻ അവിടെ വന്ന് കുറെ ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞു മലേഷ്യക്ക് പോയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആകപ്പാടെ മനസ്സ് ബുദ്ധിമുട്ടായി. ഞാനപ്പോ രാവിലെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും കോളിംഗ് ബെൽ അടിച്ചിട്ട് ആരും ഇറങ്ങി വരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് കടയിൽ വന്ന് നോക്കുമ്പോഴാണ് കറണ്ട് ഇല്ല. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ കറണ്ട് വന്ന് വീണ്ടും പോയി ഞാൻ കോളിംഗ് ബെൽ അടിച്ച് ചേച്ചി ഇറങ്ങി വന്ന് ഞാൻ ഇതുപോലെ കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞ് വെളിയിൽ നിന്ന് അറിഞ്ഞായിരുന്നു, വെളിയിൽ പോയിരിക്കുവാണോ ഇല്ലയോ എന്ന് എനിക്ക്, തിരിച്ചു വന്നോന്നില്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞു വന്നിട്ടുണ്ട്, ഉറങ്ങുവാന്ന് പറഞ്ഞു. അതും ഒരു ദൈവാനുഗ്രഹമാണ്. കാരണം ഞാൻ ഇന്നലെയാണ് എത്തുന്നെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല, നാളെ എത്തിയാലും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. ഇന്ന് ആ രാവിലെ വന്നിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിയ സമയം ആയതുകൊണ്ട് അവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആഗ്രഹിച്ചാൽ അത് നടക്കും എന്നുള്ളതിന് പൂർണ്ണ വിശ്വാസമായി. ഇങ്ങനെ ഒരു യാത്ര കേരളത്തിൽ നിന്ന് കശ്മീർ വരെ പോകുന്നതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം? എനിക്ക് നമ്മൾ പറയാറുണ്ട്, നമ്മൾ ന്യൂസ് പേപ്പറുകളിൽ കാണുന്ന പല സംസ്ഥാനങ്ങളും ഇപ്പൊ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. അത് ഈ വണ്ടി പ്രസ്ഥാനമൊക്കെ ആയിട്ട് നടക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ അങ്ങനത്തെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആൾക്കാരുടെ ചിന്ത ഇപ്പോഴും അത് പഴയ രീതിക്ക് തന്നെയാണ് ആ സംസ്ഥാനങ്ങളൊക്കെ പോകുന്നതെന്നാണ്. പിന്നെ നമ്മുടെ കേരളത്തിലാണ് 1 or 2 സംസ്കാരമേ ഉള്ളൂ. നമുക്ക് ഒരു തെക്കൻ സംസ്കാരം, ഒരു വടക്കൻ സംസ്കാരം എന്നുള്ള ഒരു രീതിയേ ഉള്ളൂ നമുക്കുള്ളൂ. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഓരോ ജില്ലയ്ക്കും ഓരോ രീതികളായിരിക്കും. അങ്ങനത്തെ വ്യത്യസ്തതയുണ്ട്. വ്യത്യാസമുണ്ട്. അതെ, അത് എല്ലാ ഭാഗത്തും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേനും ഈ ഗ്രാമങ്ങളിലൊക്കെ അവരുടേതായ മുപ്പന്മാരും ഒരു ഭരണസമിതിയും കാര്യങ്ങളും. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് കാണണം. ഇന്ത്യൻ ഗ്രാമങ്ങളെ അടുത്തറിയാം. ആ യാത്രയിൽ ഇദ്ദേഹം എന്തിനാണ് കൂടെ എന്നുള്ളതാണ്. ഇവിടെ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായ, ഇവിടെ അമ്മ വീട്ടിലുണ്ടായിരുന്നു. എന്താ പേര്? കുഞ്ഞിന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ. ചെറുപ്പം തൊട്ടേ എന്റെ കൂടെ. വിനോദട്ടാ, ഈ യാത്ര എന്ന് പറയുന്നത് നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞാൽ വിജനമായ പാതകളാണ്. ഈ വിജനമായ സ്ഥലത്തൂടെ പോകുമ്പോൾ കുഞ്ഞിനോട് ഒരു മിണ്ടി പറഞ്ഞ് ആരോടെങ്കിലും ഒന്ന് മിണ്ടി പറഞ്ഞ് പോവാറുള്ളത് ഒരു ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും. അതെ. അതൊരു മിണ്ടാപ്രാണി കൂടിയാകുമ്പോ. അല്ല, മിണ്ടാപ്രാണിയല്ല. അവക്ക് അരിശം വന്നാൽ നല്ല കുറവറിക്കും. വേറെ ആരും നോക്കി കുറച്ചില്ലേ, എന്നെ നോക്കി കുറയ്ക്കും. ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, കേരള ടു കശ്മീർ 14 districts, 8 union territories, 28 states, low altitude to high altitude. അതാണ് താഴ്വാരത്തിൽ നിന്നും സമുദ്രത്തിൽ താഴ്ന്നു കിടക്കുന്ന നമ്മുടെ കുട്ടനാട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങിയത് യാത്ര. അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ജോപ്പന്റെ യാത്ര എന്നാണ് പേര്. യൂട്യൂബ് ചാനലിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇദ്ദേഹത്തിന്റെ യാത്രയെ സപ്പോർട്ട് ചെയ്യണം. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ആയാലും ചെലവൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ ആ ചെലവിന് നിങ്ങളെ യൂട്യൂബ് വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നതും മറ്റേ അതിലൂടെ എന്തെങ്കിലും ചെറിയ വരുമാനം കണ്ടെത്തുന്നതും വീട്ടില് ഫാമിലി ഒക്കെ ഉള്ളതാണ്. അതെ.
എത്ര ആരൊക്കെയാണ് വീട്ടിലുള്ള വൈഫും പിള്ളേര്, വൈഫ് മക്കള് എത്ര പേരാ? രണ്ടാമ്പിള്ളേര്, രണ്ടാൺകുട്ടികൾ. 8ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കും. ശരി ശരി. വൈഫിന് ജോലി ഉണ്ടോ? ഒരു ചെറിയ സ്ഥാപനത്തിൽ, പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി. അപ്പൊ ജോപ്പൻ ഈ യാത്ര നടത്തുന്ന സമയത്ത് കുടുംബത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ നടക്കും? അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വൈഫിന്റെ ജോലി കൊണ്ട് നടക്കും. അത്യാവശ്യം. അപ്പൊ ഇത് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കണം എന്നാണ് കരുതുന്നത്? അതൊരു ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളും കയറി ഇറങ്ങി പോകുന്നതായതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 2 വർഷം എടുക്കുമെന്നുള്ളതാണ് എന്റെ ഒരു 2 വർഷം എന്റെ ഒരു മനസ്സിൽ പറയുന്നത്. കാരണം എല്ലായിടത്തും നമുക്കൊന്ന് കയറി ഇറങ്ങി പോകണം. കാരണം നമ്മളെ 28 സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും എല്ലാം കയറി ഇറങ്ങാൻ അത്രയും സമയം എടുക്കും. പിന്നെ എനിക്കിപ്പോ 48 വയസ്സുണ്ട്. 50 വയസ്സാകുമ്പോൾ കാശ്മീരിലൊന്ന് കാല് കുത്താനുള്ള ഒരു ആഗ്രഹം. അല്ല, ഞാൻ ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ പറ്റുമെന്നല്ല. താങ്കളുടെ യാത്രയുടെ ഉദ്ദേശം താങ്കളോടൊപ്പം ഒരു സഹയാത്രികനുണ്ടല്ലോ. അപ്പം ഈ വളർത്തുമൃഗങ്ങളോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരോട് ക്രൂരത കാണിക്കരുത് എന്നൊരു സന്ദേശം തീർച്ചയായിട്ടും അതായത് ഈ നായ്ക്കുട്ടിക്ക് 8 വയസ്സുണ്ട്. സാധാരണ 8 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവര് വലിയ ഷാർപ്പായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല. കാരണം പിന്നെ അവർക്കൊരു 4 or 5 വർഷമേ ഉള്ളൂ അവരുടെ ആയുസുള്ളൂ. 12 അല്ല 13, മാക്സിമം പോയ 14 വർഷം. പക്ഷെ ആളുകള്, ഞാൻ അത് വളരെ സങ്കടമുണ്ട് എനിക്ക്. ഞാൻ മൂന്നാറില് ഗ്രൗണ്ടില് നോക്കുമ്പോ 2 ലാബിന്റെ 2 നല്ല കരുത്തുള്ള 2 നായ്ക്കൾ അതിൽ നടക്കുന്നു. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, എസ്റ്റേറ്റിൽ വന്ന് ഏതോ മാനേജർ അവര് കുടകിലോട്ടോ എങ്ങോട്ടോ സ്ഥലം മാറിപ്പോയതും അവർക്ക് അതിനെ അവിടെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അവര് കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ ഇട്ടിട്ട് പോയതാണ് അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ പറഞ്ഞതാണ്. കാരണം രാവിലെ ഇവിടെയായിട്ട് ഞാൻ നടക്കാൻ പോയപ്പോഴാണ് ആ ലാബ് എന്റെ അടുത്ത് വന്നത്. ഇത് നമ്മുടെ സൈബീരിയൻ ഹസ്കിയുടെ ഒരു മിനിയേച്ചർ ടൈപ്പിന്റെ ക്രോസ് ബ്രീഡാണ്. ക്രോസ് ബ്രീഡാണ്. 8 വയസ്സായി. 8 വയസ്സായി. ഞാൻ അങ്ങനെ ഒരു സന്ദേശം കൂടി കൊടുക്കാൻ പറ്റുകയാണ്. നമ്മളൊരു വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നു, നമ്മള് അപ്ലോഡ് ചെയ്ത്. അതെ. ഒരു കർണാടകയിലെ ഒരാളുണ്ട്, ഒരു വക്കീല. അയാളെ ഓഫീസ് നിറയെ നായ്ക്കളാണ്. ശരി. അയാള് നാട്ടിലൊക്കെ 5 തെറ്റി നടക്കുന്ന നായ്ക്കളെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നവർ. അവിടെ ബിസ്ക്കറ്റും വെള്ളവും കൊടുത്ത് അവിടെ ഓഫീസിനുള്ളിൽ കൂടി വക്കീൽ ഓഫീസിൽ ഒരു 10-25 നായ്ക്കൾ വന്നിട്ട് കക്ഷികളുടെ ഒക്കെ കാലിന്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അല്ലേ? അതൊരു വല്ലാത്ത കാഴ്ച. ഞാൻ പറഞ്ഞ മനുഷ്യര് ഈ തരത്തില് ഈ വളർത്തുമൃഗങ്ങളോടൊക്കെ കാണിക്കുന്ന വല്ലാത്തൊരു അടുപ്പവും ഒക്കെ നമ്മള് കാണുന്നുണ്ടെങ്കിലും അവരോട് ക്രൂരത ചെയ്യുന്നവരും കുറവല്ല. ഒരുപാടുണ്ട്. ഞാൻ അത് കണ്ടതുമാണ്. കൊല്ലത്ത് ഒരു ചേട്ടൻ വലിയ കമ്പെടുത്ത് കുറെ നായ്ക്കളെ തല്ലി. അത് ചുമ്മാ അതായത് പകൽ സമയങ്ങളിൽ അവർ ഉറങ്ങിക്കിടക്കുകയും രാത്രിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിയുണ്ടാക്കി നടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് തെരുവ് നായ്ക്കളുടെ ഒരു രീതി. ഈ ഉറങ്ങിക്കിടക്കുന്നതിന്റെ കാലും കൈയും തല്ലി ഒടിക്കുന്നത്, എണ്ണയൊഴിച്ച് ദേഹത്ത് എണ്ണ കോരി ഒഴിച്ചിരിക്കുന്ന നായ്, അതിന്റെ ദേഹം മുഴുവൻ പൊള്ളിയിട്ട് അത് മണലിന്റെ അകത്ത് കിടന്ന് ഉരുളുക. എന്നിട്ട് ഇതുങ്ങൾ പോയി വീഴുന്നത് ഈ ഉപ്പുവെള്ളത്തിലല്ലേ. അപ്പോഴത്തേനും അതുങ്ങളുടെ ആ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. ദേഹത്ത് മുറിവ് പറ്റിയിരിക്കുന്നവർക്ക് ഉപ്പ് ഒഴിച്ചാലുള്ള അവസ്ഥ ഓർത്ത് നോക്കി. അല്ല, ഈ യാത്ര മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ധൈര്യം എന്നുള്ള നിലയിലാണോ? എന്ത് തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് മനാഫിന്റെ ഒരു സപ്പോർട്ട് നിന്ന് പ്രതീക്ഷിക്കുന്നത്? അത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും എവിടെയെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മനാഫ് ഖാനെ വിളിച്ചാല് ആ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നുള്ള വിശ്വാസമുണ്ട്. കാരണം ആ വിശ്വാസം കേരളക്കരയിൽ എന്നെ പോലെയുള്ള ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനാഫ് ഖാന്റെ അടുത്ത് വന്നത്. ഇപ്പൊ അടുത്ത് ശിരൂര്, അത് പറഞ്ഞപ്പോൾ ഓർമ്മ, ശിരൂര് ഒരു ലോറി ഉള്ളിയായിട്ട് വരുന്ന, കേരളത്തിലേക്ക് വരുന്ന മലയാളിന്റെ ലോറി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാലും പരിക്കുകളുണ്ട്. രാത്രി 1 മണി കഴിഞ്ഞു, 1:30 മണി ടൈമിന് ഇതിന്റെ ഓർഡറിനെ വിളിക്കാം. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് എന്താ ഈ സമയത്ത്, ഞാൻ സമയം നോക്കില്ല, ടെൻഷനുകൊണ്ട് ഞാൻ വിളിച്ചു പോയതാണ്. ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരുന്നു. നമ്മളപ്പം തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു. ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോ ഞാൻ ഷോക്കായി പോയി. ജോപ്പന്റെ യാത്രയില് ശിരൂർ എന്തായാലും ഒന്ന് പോകണം. എന്റെ ഈ യാത്രയിലെ പ്രധാനമായ 3 ആഗ്രഹങ്ങൾ. ഒന്ന്, ഫസ്റ്റ് മനാഫ് ഖാനെ കാണണം. മനാഫ് ഖാൻ നാട്ടിലില്ല എങ്കിൽ വരുന്നിടം വരെ കോഴിക്കോട് കൂടി അരഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടാണെങ്കിലും കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിലാവുന്നത്. കാരണം ഇന്നലെ ഞാൻ കടപ്പുറത്താണ് കിടന്നത്. രാവിലെ
മനാഫ്ക്കാടെ വീട് തപ്പി 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 ഞാൻ രണ്ടു ഭക്ഷണത്തിന് വിളിച്ച് ഈ മനുഷ്യനെ നമ്മളെ കോഴിക്കോടൻ ബിരിയാണി കഴിക്കുക എന്നുണ്ട്. മൂപ്പര് അങ്ങനെ കഴിക്കൂലല്ലോ, കാരണം സൈക്കിൾ ഒട്ടാനുള്ളതിനോണ്ട് ലേറ്റ് ഭക്ഷണം കഴിക്കണം. നിങ്ങളെ ആരോഗ്യം എന്തായാലും ഒരു കുഴപ്പമില്ല ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ല. നമ്മുടെ മനസ്സൊക്കെ ആണെങ്കിൽ ആരോഗ്യം എത്ര കിലോമീറ്റർ ഒരു ദിവസം യാത്ര ചെയ്യും? ചില ദിവസം ഞാൻ ഒരു 50-56 കിലോമീറ്റർ വരെ ചവിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടുക്കി പോലുള്ള ജില്ലകളിൽ 160-170 കിലോമീറ്റർ തള്ളുക മാത്രമേ വഴിയുള്ളൂ. നിങ്ങൾ ഈ ലോകത്തിന് നിങ്ങളെ യൂട്യൂബ് ചാനലിലൂടെ പല ആളുകളുടെയും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും രണ്ടും കാണിച്ചു. ഇന്നിപ്പോ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ പറ്റും, അത് നമ്മള് വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോ എങ്ങനെ പറഞ്ഞാൽ 3 ചെറുപ്പക്കാര് പിള്ളേര് അവർക്ക് ചെവിട് കേൾക്കില്ല, നല്ല അടിപൊളിയായിട്ട് കടികളും ചായയും അടിപൊളി ചായ, ഗംഭീര ചായ കടികള് ഉണ്ടാക്കിയിട്ട് സുന്ദരായിട്ട് ജീവിക്കുന്നത്. ഇവിടെ എല്ലാ കുറവുള്ള മനുഷ്യരാണ് അവരുടെ. ഇവിടെ എല്ലാം എന്തെങ്കിലും ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. പരാജയപ്പെട്ടവരാണ്. മനാഫക്ക ഇത് പറഞ്ഞപ്പോഴത്തെ എന്റെ ഈ പുറകിലത്തെ ബോർഡ് ആ സ്റ്റിക്കർ കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നത് 3 പിള്ളേര് സംസാരിക്കാനോ ചെവി കേൾക്കാനോ പാടില്ലാത്ത 3 പേര് കലഞ്ഞൂർ എന്ന സ്ഥലത്ത് അവർക്കൊരു സ്ഥാപനമുണ്ട്, അവിടെ നിന്ന് ഒട്ടിച്ചതാണ്. ഞാൻ സൈക്കിളിൽ പോകുന്ന ഒരു പടം വേണമെന്ന് പറഞ്ഞു ഇതുപോലെ. അപ്പൊ പുള്ളി എന്നെ ആംഗ്യ ഭാഷ കാണിച്ച് പട്ടിക്കുട്ടീനെ വേണ്ടേന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളി പട്ടിക്കുട്ടീനെ വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് പട്ടിക്കുട്ടി എന്റെ പുറകെ ഓടി വരുവാന്നൊക്കെ ആംഗ്യ ഭാഷ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. 3 പേര് സംസാരിക്കാനും വയ്യ, ചെവി കേൾക്കാനും വയ്യ, അവരാണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചു തന്നത്. അല്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ഈ യാത്രയുടെ ഒരു ടീം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? സ്റ്റിക്കർ ആക്കണം. അങ്ങനെ കുഞ്ഞിനെ കാണത്തില്ല. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് എന്റെ ചങ്ക് പൊട്ടും തള്ളുമ്പോ. അതുകൊണ്ടാണ് ഒരു മെസ്സേജ് എപ്പോഴും യാത്രയിൽ ഉണ്ടാവണമെന്നല്ല. നിങ്ങള് പോകുമ്പോ തന്നെ നമ്മൾ ഇന്ത്യക്കാരാണ്, എല്ലാ മതസ്ഥരും സൗഹൃദത്തിൽ കഴിക്കണം എന്നല്ല. ഇപ്പൊ അവിടെ ആണല്ലോ വിള്ളല് വീണെടുക്കുന്നത്. മനുഷ്യൻ എന്നുള്ള ആ ചിന്ത മാറി. അവിടെ എന്താവുകയാണ്, നമ്മള് എവിടെങ്കിലും ശിവലിംഗം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം, എന്തിനും പ്രശ്നങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിന് നിങ്ങൾ എന്താക്കണം എന്ന് പറഞ്ഞാല് ഒരു സന്ദേശം ഉണ്ടാക്കണം. ഈ ഇന്ത്യ മൊത്തം നടക്കും ഒരു മതസൗഹാർദ്ദത്തിന്റെ നമ്മൾ കൂടിക്കഴിയേണ്ടവരാണെന്ന് രാജ്യത്ത് അനിവാര്യമാണ്. അടുത്ത തലമുറയ്ക്ക് ആ ഒരു സന്ദേശം. ഈ രാജ്യം വളരണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയാ, ആദ്യം വേണ്ടിയത് ഐക്യാണ്. ഐക്യമില്ലാത്ത ഒരു സ്ഥലങ്ങളും രക്ഷപ്പെടില്ല. അത് നമ്മള് സന്ദേശങ്ങൾ കൊടുക്കണം. മനുഷ്യത്വം എന്നുള്ള ഒരൊറ്റ കാര്യം മതി എല്ലാത്തിനും. അതിന്റെ ഉത്തമ ഉദാഹരണം ഈ നിൽക്കുന്ന വ്യക്തി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ വന്നത്. നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട്. ഇനി നിങ്ങള് യാത്ര പോയി നിങ്ങളെ ജീവിതം ഉണ്ടാക്കി പറഞ്ഞാല് നിങ്ങളെ ജീവിതം ആസ്വദിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടും. ഈ ഭാഗ്യം കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് കാണിച്ചു എന്താണ് വ്യത്യാസം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും 100 അനുഭവങ്ങൾ കാത്തിരിക്കുകയാണ് ജോപ്പനെ. കാരണം ഇന്ത്യ പോലെ അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള അത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു ഭൂമി കൂടിയാണ് ജോപ്പൻ യാത്ര ചെയ്യാൻ പോകുന്നത്. നമുക്ക് പറയാനുള്ളത് എല്ലാ ആശംസകളും എല്ലാ ഭാവുകങ്ങളും. അതോടൊപ്പം തന്നെ ജോപ്പന്റെ കൂടെ ജോപ്പന് ശക്തിയായി ജോപ്പന്റെ വിശ്വാസം, അതായത് മനാഫ് ഉണ്ടാകും പൂർണ്ണമായിട്ടും. അതിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു കോളില് അതേമാതിരി തന്നെ ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ജോപ്പേട്ടന്റെ കയ്യിലുള്ളത് ഒരു മൊബൈലൊന്നും ഒരു ഇതില്ല. നല്ല വീഡിയോ എടുക്കണം. നിങ്ങളെ വീഡിയോ കാണണമെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ള കുറച്ച് ക്വാളിറ്റി ഉള്ള വീഡിയോകളാവണം. അത് ഇത് കാണുന്നവരാരെങ്കിലും ഒക്കെ അതെ ഇത് ജോപ്പേട്ടൻ നമ്മളാളാണ്. എല്ലാരും ഈ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാരും ചേർത്ത് പിടിക്കേണ്ട ഒരു മനുഷ്യനാണ്. എന്തെങ്കിലും പോകുമ്പോ എന്താണ് ചെലവിന് കേരളം മൊബൈൽ കിട്ടും. നല്ലൊരു മൊബൈൽ ആക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ എല്ലാരും കൊടുത്തിട്ട് ഉപരാതൊന്നും ആഗ്രഹിക്കാത്ത മനുഷ്യനാ. ഒരു ഭക്ഷണം പോലും ഇല്ല. ഞാൻ തന്നെ ചെറിയ സംഖ്യ കൊടുത്തിട്ട് വാങ്ങണില്ല.
അങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? ആ ഒരു ഇഷ്ടത്തിനല്ലേ കൊടുക്കണേ. അപ്പൊ അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമാണ്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും ഇനി ഇവിടുന്ന് നാളെ ഈ വീഡിയോ കാണുന്നവരൊക്കെ മൂപ്പര് നാളെ കണ്ണൂര് ഭാഗത്തൊക്കെ ഉണ്ടാവും, കാസർഗോഡ്, കണ്ണൂര്, ഇപ്പൊ വയനാട്ടിലോട്ടായി. വയനാട്ടിലൊക്കെ. കോഴിക്കോട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കോഴിക്കോട് കാണാനുണ്ട്. ഇനി കൊയിലാണ്ടി എത്തിയിട്ടേ ഉള്ളൂ. ഇനി വടകര. ഓക്കെ, ഇനി മൂപ്പര് എവിടെ കാണുകയാണെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും ഒന്ന് ഇതാക്കാം. അതേമാതിരി ഒരു അടുത്ത സജഷൻ ഉള്ളത് നല്ലൊരു ജേഴ്സി ആക്കിയിട്ട് ഈ ബാക്കിലൊരു അതെ പേരും കൂടി, ബാക്ക് സൈഡിൽ ഒരു പേരും കൂടി, ജോപ്പന്റെ യാത്ര ഗവൺമെന്റ് കേരള ടു കശ്മീർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അങ്ങനത്തെ കുറച്ച് ജേഴ്സീസ് ഉണ്ടാക്കി വെച്ചാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതും നല്ലൊരു നല്ലതായി. സജഷൻ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എല്ലാ പിന്തുണയും. ഓക്കെ.